അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഈ വീഡിയോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഈ ഒരു വ്യക്തി ഇസ്ലാം മതം സ്വീകരിച്ച് എന്ന് കരുതിയിട്ട് ഇസ്ലാം ദീനിന് വലിയ നേട്ടമുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഒന്നുമല്ല. പക്ഷേ എത്രത്തോളം ഇസ്ലാമിൻ്റെ ആ ഒരു മഹത്വത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു വിഷയത്തിനെ തുടർന്നാണ് ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ. അല്ലാതെ ഈ ഒരു വ്യക്തി ഇസ്ലാമിലേക്ക് കടന്നു വന്നതോടുകൂടി ഇസ്ലാം ദീനിന് അല്ലെങ്കിൽ കടന്നു വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇസ്ലാം ദീനിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ആദ്യം നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, അതായത് അന്യമതസ്ഥരാവട്ടെ അല്ലെങ്കിൽ ചില മതസ്ഥരുടെ മൈൻഡിൽ നമ്മുടെ ഇസ്ലാം മതത്തിൻ്റെ ആ ഒരു മഹത്വം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ ആദ്യം തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷേ അത് ഇതിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ജയ് എന്ന് പറയുന്ന ഒരു മൂവി ആക്ടറാണ്. തമിഴ് മൂവിയിലൊക്കെ ആക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ പല നാടുകളിലും പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലുമൊക്കെ ഇസ്ലാം മതത്തിലേക്ക് കൂടുതലായിട്ടും ആൾക്കാരൊക്കെ കടന്നു വരുന്നുണ്ട്. അതിനൊക്കെ റീസൺ എന്താണെന്ന് നമുക്ക് ചെറിയൊരു നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ അല്ലാഹ് തൗഫീഖ് നൽകട്ടെ. ഓക്കെ, அது நீங்கள் காணிச்சு உள்ள ஒரு மஸ்ஜித் உள்ள யாருமே பேசல, எல்லாருமே வெளியில வந்து தான் பேசினாங்க. ரொம்ப பழைய பேசினாங்க, யாருமே ഫോട്ടോ എടുക്കണമെന്ന് சொல்லி കേൾക്കില്ല. ഇവിടെ തമിഴിലാണ് ഉള്ളത്, എന്നാലും മനസ്സിലാകാത്തവർക്ക് ഞാൻ പറയാം. എനിക്ക് என்ன തോന്നിச்சுன்னா இங்க ஒரு ஈக்குவாலிட்டி இருக்கும். அவங்க അദ്ദേഹം പറഞ്ഞൊരു കാര്യം നിങ്ങൾ കേട്ടോ, അതായത് ഇവർ പള്ളീൻ്റെ അകത്ത് അവർ വന്നാൽ സംസാരമൊക്കെ ഒഴിവാക്കാറാണ് പതിവ്. അവിടെ ആരും തന്നെ സംസാരിക്കാറില്ല. ഈക്വാലിറ്റി എന്നുള്ളത് ഇവിടെ എല്ലാവരിലേക്കും കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ആക്ടർ അവിടെ പറഞ്ഞു വെക്കുന്നത്. ഈ ഒരു ആക്ടർ മുമ്പൊക്കെ, അതായത് ഇസ്ലാം മതത്തിലേക്ക് വന്നോ വന്നില്ലയോ അങ്ങനെ പല രീതിയിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഇൻ്റർവ്യൂ നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് പൂർണ്ണമായിട്ടും ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇസ്ലാം മതത്തിലേക്ക് ഈ വ്യക്തി വന്നതോടുകൂടി ഇസ്ലാമിൻ്റെ ഇത് ചൈതന്യം വളർന്നോ അങ്ങനെ ഒന്നുമില്ല. ഇസ്ലാം അതിൻ്റേതായ രീതിയിൽ തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇനി വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഞാനിവിടെ ഒരു മഹത്വം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. வெறும் கடவுளை தான் பெருசா நினைக்கிறாங்க. மற்ற எவ்வளவு பெரிய செலிபிரிட்டி வந்தாலும் அவங்க பெருசா நினைக்கல. മറ്റൊരു വിഷയം പറഞ്ഞത് ഇവിടെ, അതായത് ആ പള്ളിയിലുള്ളിലേക്ക് അല്ലെങ്കിൽ പല സ്ഥലത്തേക്ക് ഈ വ്യക്തി പോയിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആരാധിക്കുന്ന സ്ഥലത്തിലേക്ക് പോകുന്ന സമയത്ത് അവിടെയൊക്കെ ഈ വ്യക്തിയുടെ കൂടെ സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനും പല ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അതായത് സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ സെൽഫി അത് മറ്റു കാര്യങ്ങളൊക്കെ എടുക്കുന്നത് പതിവാണല്ലോ. പക്ഷേ ഇവിടെ പള്ളിയിലേക്ക് പോയ സമയത്ത് ഈ വ്യക്തിക്ക്, ഈ ആക്ടറിന് അവിടെ ആരും തന്നെ വലിയ രീതിയിൽ അതായത് സെൽഫി എടുക്കുകയോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ അവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അവരവിടെ വലുതായിട്ട് കാണുന്നത് അള്ളാഹുവിനെ തന്നെയാണ് എന്നുള്ളതാണ് ഈ വ്യക്തിയോടെ പറഞ്ഞു വെക്കുന്നുള്ളത്. ഇസ്ലാമിൻ്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ஒரு போர்ஷன் வந்து உங்களுக்கு வந்து ஃபேமிலிக்கும், ஒரு போர்ஷன் உங்களுக்கும், ஒரு போர்ஷன் வந்து மக்களுக்கு இல்லாதவங்களுக்கு கொடுக்கணும் அப்படின்றது ஒரு ரூல்ஸ் தான். நம்ம മറ്റൊരു വിഷയം പറയുന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഒരു പോർഷന് നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്നിട്ട് ഒരു പോർഷന് നിങ്ങൾ എന്താക്കാം, മാറ്റി വെക്കുക. അതായത് ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇവിടെ പറഞ്ഞു വെക്കുന്നുള്ളത് സക്കാത്തിനെ കുറിച്ച് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന ഒരു വിഷയം കൂടിയാണ്. അപ്പോൾ ഇസ്ലാം മതത്തിൽ മറ്റുള്ള ഇല്ലാത്തവർക്ക് വേണ്ടി കൊടുക്കുക എന്നുള്ളത് ഏറ്റവും മർമ്മപ്രധാനമായ ഒരു വിഷയമാണ്. ഇതും അദ്ദേഹത്തിന് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുള്ളത്. ഇസ്ലാമിൻ്റെ മഹത്വമാണ് മനസ്സിലാക്കുക. கண்டிப்பா நம்ம கிட்ட 100 ரூபாய் கிடைச்சாலும் அதுல இருந்து நீ ஒரு 12 ரூபாய் நீ கண்டிப்பா இல்லாதவங்க கொடுத்துதான் ஆகணும், இது பண்ணாதான் நீ ஒரு முஸ்லீம் அப்படின்றத ரொம்ப ஸ்ட்ராங்கா சொன்னாங்க. தமிழ் திரையுலகில் அந்த எனக்கு என்ன தோணுச்சுன்னா, அந்த பீரியட்ல தான் ஏதோ ட்ரபிள்ஸ்னால உங்களுக்கு அந்த மதமாற்றம் ஐடியா வந்து அதுக்கும் இதுக்கும் இல்ல, அது இது நீங்க சொன்னது வந்து 2016. பட் நான் வந்து இன்ட்ரெஸ்டா ஃபாலோ பண்ண ஆரம்பிச்சது வந்து 2011. ஓகே, ஸோ அதுக்கு முன்னாடி ஓகே. அந்த சேஞ்ச் எப்படி வந்தது? அது லைக் ஒரு நிறைய விஷயங்கள். இப்போ சபரிமலைக்கு மாலை போட்டிருக்கேன், அப்புறம் ஜீசஸ்க்கு ரோசரி மாலை போட்டு ஒரு 1 இயர் ஃபாஸ்டிங் இருந்திருக்கேன். எல்லாமே எனக்கு எல்லா கடவுளும் ஓகே அப்படின்ற மாதிரி தான் நான் ஃபாலோ பண்ணிட்டு இருந்தேன். பட் ஒரு டைம்ல சில அவமானங்கள்லாம் இருந்தது. கோயிலெல்லாம் வந்து எதிர்பார்க்காத ஒரு சாட்டிஸ்ஃபேக்ஷன் இல்லாத ஒரு விஷயம்லாம் நிறைய நடந்துட்டே இருந்தது. ஸோ அதுக்கப்புறம் ஒரு வாட்டி நான் வந்து மஸ்ஜித் போகும்போது எல்லாரும் லைனாக நின்று ப்ரே பண்ணாங்க. ஃபர்ஸ்ட் டைம் போகிறேன், எல்லாரும் ப்ரே பண்ணுறாங்க. எல்லாருக்குமே தெரியுது நான் ஒரு ஆக்டர்னு. யாருமே உள்ள என்கிட்ட பேசல, அந்த உள்ள மஸ்ஜித் உள்ள யாருமே பேசல. எல்லாருமே வெளியில வந்து தான் பேசினாங்க, ரொம்ப பழைய பேசினாங்க. யாருமே ஃபோட்டோ எடுக்கணும்னு சொல்லி கேட்கல. ஸோ எனக்கு என்ன தோணுச்சுன்னா, இங்கே ஒரு ஈக்குவாலிட்டி இருக்கோ, இங்கே எல்லாருமே சமமாக பார்க்குறாங்களோ அப்படின்றது எனக்கு ஃபர்ஸ்ட் ஸ்ட்ராங்காக பட்டது. ப்ளஸ் அதுக்குள்ள
வந்துட்டா அவங்களுக்கு வெறும் கடவுளை தான் பெருசாக நினைக்கிறாங்க, மற்ற எவ்வளோ பெரிய செலிபிரிட்டி வந்தாலும் அவங்க பெருசாக நினைக்கல அப்படின்ற ஒன்று தெரிஞ்சுது. நம்ம நினச்சதை வேண்டதுக்கு, நம்ம நினச்சது வேணும்னு கேட்கறதுக்கு நம்மளுக்கு ஒரு ஸ்பேஸ் கொடுக்குறாங்க, நம்மளுக்கு ஒரு டைம் கொடுக்குறாங்க. ஸோ நம்ம நினச்சதை நம்ம ப்ரே பண்ணுறது யாரும் நம்ம பிடிச்சி தள்ளி விட்டு கிளம்புங்க அப்படின்னு சொல்லாமல் நம்ம எவ்வளோ நேரம் ப்ரே பண்ணிட்டு வரலாம். இது எல்லாமே இங்கே இருக்கும் போது இது நல்லா இருக்கே, லைக் சூப்பராக இருக்கே, லைக் யோகா மாதிரி இருக்கே அப்படின்றது எனக்கு அந்த டைமில் ஸ்டார்டிங்கில் புரிஞ்சுது. அப்புறம் அதை ஃபாலோ பண்ணும் போது என்னோட பர்சனல் கேரக்டரும் எனக்கு வந்து கொஞ்சம் മാറ ആരംഭിച്ചത്. നടികർ ജയ് சொல்லும் வரலாற்றை ഇവിടെ നമ്മൾ പല രീതിയിൽ മനസ്സിലാക്കണം. ഓക്കെ, നല്ല രീതിയിലാണ് ഈ പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അതായത് പള്ളിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ മറ്റൊരു വ്യക്തിക്കല്ല അവിടെ പ്രാധാന്യം കൊടുക്കുന്നുള്ളത്. അതായത് ഇപ്പോൾ ഞാൻ സെലിബ്രിറ്റി ആണെന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം അത് ഞാൻ സെലിബ്രിറ്റി ആണെന്ന്, പക്ഷേ ആരും തന്നെ എന്നെ തന്നെ ഫോക്കസ് ചെയ്തോ അല്ലെങ്കിൽ എന്നോട് സംസാരിക്കുകയോ എന്നോട് ഫോട്ടോ എടുക്കുകയോ എൻ്റെ കൂടെ ഇതാക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അവരവരുടെ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് വന്നതിന് ശേഷമാണ് അവരെന്നോട് സംസാരിച്ചത്. അതിനുശേഷം അവർ ഫോട്ടോക്ക് ഒന്നും നിന്നില്ല എന്നുള്ളതാണ് അവർ ആ വ്യക്തി അവിടെ പറഞ്ഞു വെക്കുന്നുള്ളത്. ഇസ്ലാമിൻ്റെ ഒരു പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, മറ്റൊരു കാര്യമാണ് அதில் இப்போ எல்லாத்துலேயுமே நல்ல விஷயங்கள் தான் சொல்லியிருக்காங்க. பட் இவங்க கொஞ்சம் ரொம்ப புரிகிற மாதிரியும் சொல்கிறாங்க. அவங்க பண்ணுறதும் எனக்கு ரொம்ப கம்ஃபர்டபுளாக இருந்தது. எல்லாருமே அதை ஃபாலோ பண்ணுறாங்க. இப்போ வெளியில் என்னதான் நான் அதை பற்றி அந்த மதத்தை பற்றி தப்பாக பேசினாலும் கண்ணில் பார்க்குறது தான் நம்புவாங்க. கண்ணில் பார்க்க உணர்றது தான். ஆமாம், உணருது, கண்ணில் பார்த்து உணர்றேன்ல. ஸோ அது எனக்கு ரொம்ப கம்ஃபர்டபுளாக சாட்டிஸ்ஃபேக்ஷனாக இருந்தது. நம்மளோட பர்சனல் கேரக்டரே நல்லா பெட்டர் ஆகிட்டு இருக்கேன்னு தோணும்போது அப்படியே ஃபாலோ பண்ண ஆரம்பிச்சிட்டேன். ഓക്കെ, മനസ്സിലായോ? ഇസ്ലാമിലേക്ക് ആദ്യം കാലഘട്ടത്തിൽ വന്നതിന് ശേഷം ഓരോരോ വിഷയങ്ങൾ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ തൻ്റെ ക്യാരക്ടർ തന്നെ അങ്ങ് നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. നല്ല രീതിയിലൊക്കെ നമുക്ക് ബെനിഫിറ്റൊക്കെ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ നല്ല നല്ല ചേഞ്ചസൊക്കെ നമ്മുടെ ലൈഫിൽ തന്നെ കാണാൻ വേണ്ടി കഴിയും എന്നാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ഈ ആക്ടറെന്ന് മാത്രമല്ല, ഇത് ഞാനിവിടെ എടുത്ത് പറയാനുള്ള കാരണം ഇസ്ലാമിൻ്റെ മതത്തിൻ്റെ ആ ഒരു പ്രാഗല്യം അല്ലെങ്കിൽ ഒരു മഹത്വം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ മാത്രമല്ല, എത്രയോ സ്ഥലങ്ങളിലും എത്രയോ ആയിരക്കണക്കിന് ആൾക്കാർ ഇസ്ലാം മതം സ്വീകരിക്കുന്നുണ്ട്. ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ്, അതായത് ഇസ്ലാമിൻ്റെ ആ ഒരു മഹത്വം മനസ്സിലാക്കിയത് കൊണ്ട്. എന്തൊക്കെയാണ് ഇസ്ലാമിൽ കാണിക്കുന്നുള്ളത്, എന്തൊക്കെയാണ് നടപടികൾ അവിടെ കാണുന്നുള്ളത്, അതൊക്കെ മാത്രം മനസ്സിലാക്കിയിട്ട് മാത്രമായിട്ട് ഇസ്ലാം മതത്തിലേക്ക് എത്രയോ വ്യക്തികൾ കടന്നു വരുന്നുണ്ട്. ഓക്കെ, ஒன் எக்ஸாம்பிள் ஆஃப் இதனால உங்க கேரக்டர் எப்படி மாறி இருக்கு அப்படின்ற ஒரு மாதிரி நிதானம் வந்து അവിടെ ആങ്കർ ചോദിക്കുകയാണ്, ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ, അതായത് എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടെന്ന്. അതിന് പറയുന്ന മറുപടി കേട്ടോ. இல்லை, ஒரு மெயினாக நான் சொல்லணும்னா வந்து ஹெல்பிங் மைண்ட். அதுக்கு முன்னாடி ஹெல்ப் பண்ணணும்னு தோணும். பட் நம்மளுக்குன்னு ஒரு பேமெண்ட் வரும். பெரிய பேமெண்ட் வந்தாலுமே ஹெல்ப் பண்ணணும்னு தோணும். சின்னதாக ஒரு ஹெல்ப் பண்ணுவோம். அதுக்கப்புறம் நம்மளுக்கு தேவையான கார் வாங்குறதோ இல்லை நம்மளுக்கு தேவையான ஃபோன்ஸ் வாங்குறதோ அதில் கொஞ்சம் ஈடுபாடு அதிகமாக இருந்தது. பட் இதை நான் ஃபாலோ பண்ணும்போது இல்லை, ஸ்ட்ரிக்ட் அண்ட் ரூல்ஸாக நீங்கள் இதை ஃபாலோ பண்ணுறீங்கன்னா உங்களோட சேலரியிலேருந்து நீங்கள் வந்து மக்களுக்குன்னு ஒரு 30% கொடுக்கணும், இல்லை ஒரு 15% கொடுக்கணும்னு ஒரு நம்பர்ஸ் இருக்குது. ஸோ அது என்னன்னு பார்த்துட்டு என்ன, ஆமாம், ஒரு ரூல்ஸ் மாதிரி. இப்போ இஸ்லாம்ல நீங்க வந்து ட்ரிங்க் பண்ணக்கூடாதுன்றது வந்து ஒரு ரூல்ஸோ, போக் சாப்பிடக்கூடாதுன்ற ஒரு ரூல்ஸோ, அதே மாதிரி நீங்க வந்து இந்த மாதிரி நீங்க வந்து ഈ പറഞ്ഞു വെക്കുന്നത് സക്കാത്തിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ. അതായത് പാവപ്പെട്ട ആൾക്കാർക്കൊക്കെ അവർക്ക് ഒരു വക്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിൽ നിന്ന് കൊടുക്കുന്ന ആ ഒരു വിഷയത്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നുള്ളത്. ஒரு போர்ஷன் வந்து உங்களுக்கு வந்து ஃபேமிலிக்கும், ஒரு போர்ஷன் உங்களுக்கும், ஒரு போர்ஷன் வந்து மக்களுக்கு இல்லாதவங்களுக்கு கொடுக்கணும் அப்படின்றது ஒரு ரூல்ஸ் தான். ஸோ அதை நம்ம கொஞ்சம் சீரியஸாக ஃபாலோ பண்ணும்போது எனக்கே தெரியுது, தேவையில்லாத விஷயம்லாம் நான் வாங்குறதை கட் பண்ணுறேன். அது போல தேவையானவங்களுக்கு அந்த 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 ஹெல்ப்பை நம்ம பண்ணுறோம் போது நம்மளுக்கு ஒரு நம்ம சூப்பராக ஒன்று பண்ணுறோம்டா அப்படின்னு தோணும்ல. ஸோ அது என்ன ரொம்ப மெச்சூரிட்டி ஆக்குது, இன்னும் கொஞ்சம் நிமிர்ந்து நிற்கிற மாதிரி பண்ணுது. ஸோ அந்த மாதிரி நிறைய விஷயங்கள் இது ஒரு விஷயம் தான். இந்த மாதிரி நம்ம வந்து கண்டிப்பாக நம்ம கிட்ட 100 ரூபாய் கிடைச்சாலும் அதுலேருந்து நீ ஒரு 12 ரூபாய் நீ கண்டிப்பாக இல்லாதவங்க கொடுத்து தான் ஆகணும், இது பண்ணாதான் நீ ஒரு முஸ்லீம் அப்படின்றது. ഓക്കെ, ഇതേറ്റവും ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ അവസാനമായിട്ട് പറഞ്ഞത് ഹെൽപ്പിംഗ് നേച്ചറിനെ കുറിച്ചിട്ടാണ്. ഇസ്ലാം മതത്തിൻ്റെ ആ ഒരു ഹെൽപ്പിംഗ് നേച്ചർ, അതായത് നിങ്ങൾ കൊടുത്തേ തീരൂ എന്ന രീതിയിൽ. ഓക്കെ, അതൊക്കെ വളരെ എൻ്റെ ക്യാരക്ടർ തന്നെ ചേഞ്ച് ആക്കാൻ വേണ്ടി കാരണമായി തീരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഞാൻ അവസാനമായിട്ട് നിങ്ങളോട് പറയുകയാണ്, ഇസ്ലാം മതം എന്നുള്ളത് അത് തുറന്ന പുസ്തകം പോലെയാണ്. നമുക്ക് അതിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി കഴിയും. മാത്രമല്ല അവിടുത്തെ സ്വഭാവങ്ങളും ഗുണങ്ങളും അവിടെ മുമ്പ് വന്ന പാരമ്പര്യങ്ങളുമൊക്കെ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരാൾക്കും അതിനെ വിമർശിക്കാനോ അല്ലെങ്കിൽ
തള്ളിപ്പറയാനോ ഒരു കാര്യവും അതിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം വരെ നിലനിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഇനിയിപ്പോൾ ഈ ആക്ടർ ഈ ഒരു ഇതിലേക്ക് വന്നെന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെന്ന് കരുതിയിട്ടോ അതൊന്നുമല്ല ഞാനിവിടെ നിങ്ങളോട് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് മറ്റുള്ള ആൾക്കാരുടെ ഇൻറ്റൻഷൻ, അവരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് ഒരു ഇസ്ലാമിനെ വിലയിരുത്തുക എന്ന് ഒന്ന് നിങ്ങളോട് അറിയിക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, ഏതായാലും ഇരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. യഥാർത്ഥ ദീനിലൂടെ സഞ്ചരിക്കാനും സിറാത്തുൽ മുസ്തഖീമായ വഴിയിലൂടെ സഞ്ചരിക്കാനും അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.